നിങ്ങളുടെ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ അത് സൗത്ത് ഈസ്റ്റിൽ വെച്ചിട്ട് ഈസ്റ്റ് ഫേസ് ചെയ്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് കിച്ചൺ വരികയാണെന്നുണ്ടെങ്കിൽ ഫുങ്ഷുവിൽ പറയുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷുവി കൺസൾട്ടന്റായ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ, ഈ 20 വർഷത്തിനിടയിൽ സാറിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അടുക്കള ശരിക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, പലരും പലതാണ് പറയുന്നത്, ഇന്ന ദിക്കിൽ വെക്കാം, അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട്. ശരിക്കും സാറിന്റെ എക്സ്പീരിയൻസിൽ എവിടെയാണ് നമ്മൾ അടുക്കള പണിയേണ്ടത്? നമുക്ക് വാസ്തുവില് സൗത്ത് ഈസ്റ്റ് കോർണർ അതല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ, ഈ രണ്ട് ഭാഗത്തുമാണ് നമുക്ക് അടുക്കള ഏറ്റവും നല്ലത്. പക്ഷെ കേരളത്തിലെ ഒരുപാട് വീടുകളിൽ, എനിക്ക് തോന്നുന്നു പകുതി കൂടുതൽ വീടുകളിലും നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് അടുക്കള ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ അധികമായിട്ട് കണ്ടുവരാറുള്ളത്. കേരളം വിട്ടിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള കിച്ചൺ ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ളത് സൗത്ത് ഈസ്റ്റിലാണ്. കാരണം നോർത്ത് വെസ്റ്റിൽ കിച്ചണുള്ള വീടും സൗത്ത് ഈസ്റ്റിൽ കിച്ചണുള്ള വീടും നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീടുകൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് തന്നെ ഓരോ ദിക്കുകളെ പറ്റി എടുക്കുമ്പോൾ അറിയാം. 1 സൗത്ത് വെസ്റ്റ് കന്നിമൂല, 2 നോർത്ത് വെസ്റ്റ് വായുകോണ്, 3 നോർത്ത് ഈസ്റ്റ് ഈശാനകോണ്, 4 സൗത്ത് ഈസ്റ്റ് അഗ്നികോൺ. അപ്പൊ ഇതിൽ അഗ്നിയുടെ ഒരു പരാമർശമുള്ളത് ഈ സൗത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങളുടെ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ എന്താണോ നിങ്ങളുടെ ഒരു ഫയർ എനർജി അത് സൗത്ത് ഈസ്റ്റിൽ വെച്ചിട്ട് ഈസ്റ്റ് ഫേസ് ചെയ്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അവർക്ക് കിച്ചൺ ഉണ്ട്. അപ്പൊ പറയും നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ സ്വർണം നിൽക്കത്തില്ല, വിറ്റോ പണയം വെച്ചോ പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പല വീടുകളിലും അത് വളരെ കറക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് സൗത്ത് ഈസ്റ്റിൽ ഒരു റൂം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യൂ, ഇവിടെ ഇപ്പോൾ സ്റ്റൗ ഉണ്ട്, ഈ സ്റ്റൗവിനെ എടുത്തിട്ട് നിങ്ങളൊരു ടേബിൾ ഇട്ടിട്ട് നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള റൂമിനകത്ത് ഒരു ടേബിൾ ഇട്ട് അതിനകത്ത് ഈസ്റ്റ് ഫേസ് ചെയ്ത രീതിയിൽ നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് നോക്കൂ, 1 മാസം ചെയ്ത് നോക്കൂ, എന്തുണ്ട് റിസൾട്ട് എന്ന് നോക്കാന്ന് പറയും. അപ്പോൾ പലരും അത് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായതിനേക്കാൾ റിസൾട്ട് കൂടുതലാണ് ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു പതുക്കെ മറ്റത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറുന്ന ഒരുപാട് വീടുകളുണ്ട്. സാർ, ഇപ്പം അത് ഗൃഹനാഥയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഇതുമായിട്ട്? ഇല്ല, ഗൃഹനാഥയുടെ ആരോഗ്യ പ്രശ്നമല്ല, നമ്മുടെ പ്രോസ്പെരിറ്റി ആണ് മെയിനായിട്ട് മാത്രമല്ല നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത് കിച്ചൺ വരുമ്പോൾ അപ്പൊ ചില വീടുകളിൽ, എല്ലാ വീട്ടിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചില വീടുകൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സൗത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതാണ്. ചില വീടുകൾ നമ്മൾ വെച്ചുപോയി, അപ്പൊ നമുക്കിപ്പോ നോർത്ത് ഈസ്റ്റിൽ തന്നെ നമ്മൾ പിന്നെ കിച്ചൺ വെച്ചിട്ട് നമുക്ക് ഇനി മാറ്റാനായിട്ട് യാതൊരു മാർഗവുമല്ല. ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിൽ തന്നെ നമുക്ക് ഇതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അത് അവിടെ കൊണ്ടുപോയി കിച്ചൺ വെക്കാനല്ല ഞാൻ പറയുന്നത്. അത്തരത്തിൽ തീരെ മാർഗമില്ലാത്തവർക്ക് അതിന്റെ ആ നോർത്ത് ഈസ്റ്റ് കിച്ചന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ സ്റ്റൗ വെക്കാം, എന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സിങ്കും വെക്കാം. ആ രീതിയിലെങ്കിലും അതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വേറെ എന്തെങ്കിലും ഇതല്ലാതെ വേറെ റെമഡീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഏത് ദിക്കാണോ നമുക്ക് ആ ഒരു മലിനപ്പെട്ടു പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് സ്വീകരണ മുറിയിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇത് കിച്ചൺ വരികയാണെന്നുണ്ടെങ്കിൽ ഫുങ്ഷുവിൽ പറയുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുവഴി നമുക്ക് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം കിച്ചൺ ഏറ്റവും നല്ലത് അഗ്നികോൺ, യാതൊരു സംശയവുമില്ല. ഏറ്റവും ഉചിതമായിട്ട് പണിയാൻ സാധിക്കുന്നത് അവിടെയാണ്. പലരും ചോദിച്ച ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ അവർക്ക് അവര് വീട് വെച്ച സമയത്ത് അവരുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിരുന്നു അവർക്ക് കിച്ചൺ ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് ആ വീട് 650 സ്ക്വയർ ഫീറ്റേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇവര് കുറച്ച് ഫണ്ട് അവർക്ക് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, വീടൊന്ന് വലുതാക്കിയപ്പോഴത്തേക്ക് 1200 സ്ക്വയർ ഫീറ്റിലേക്ക് വീട് കൊണ്ടുവന്നപ്പോൾ അവര് എന്ത് ചെയ്തു, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അവരുടെ കിച്ചൺ ചെയ്തു. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അവിടെ കിച്ചൺ ചെയ്തപ്പോഴത്തേക്ക് മുന്നോട്ട് പൊയ്ക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ വരുമ്പോൾ അപൂർവമായിട്ടുള്ള ചില വീടുകളിൽ ഒരു വലിയ ദോഷം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ ദോഷം അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവർ പിന്നെയാണ് അത് മനസ്സിലാക്കിയത്, പിന്നെ ഇതുകൊണ്ടാണ് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ അവര് ആ കിച്ചണെ എടുത്തിട്ട് സൗത്ത് ഈസ്റ്റ് കോർണറിലേക്ക് മാറ്റി.
ഓക്കെ. സൗത്ത് ഈസ്റ്റ് കോർണറിലേക്ക് പറ്റുമ്പോൾ ആ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിക്കും ഫീൽ ചെയ്തതാണ്. ഓക്കെ. നോർത്ത് വെസ്റ്റിന്റെ ഗുണവും ദോഷവും നോർത്ത് ഈസ്റ്റിന്റെ ഗുണവും ദോഷവും ഇപ്പൊ അവരുടെ ഇത് വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. പക്ഷെ ആ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രോസ്പെരിറ്റി വന്നിരിക്കുന്നത് ഇപ്പോഴാണ്, സൗത്ത് ഈസ്റ്റിലെ കിച്ചണാണ്. കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിക്കും അവർ അനുഭവിച്ചറിഞ്ഞതാണ് ഈ സത്യം. ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഇനി വീട് പണിയുന്നവരാണെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് സാറ് തന്നത്. പലരും പറയുണ്ടായി അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് കൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് കമൻസിൽ അറിയിക്കുക. അതുപോലെ സാറിനെ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള എപ്പിസോഡ് കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.